ഫ്രണ്ട്സ്, നോക്കിയ 8.1-ൽ നിന്ന് നമുക്ക് സ്ലോ മോഷൻ 120 FPS വരെയൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് നമുക്ക് അതിനകത്തുനിന്ന് നല്ല ഡീറ്റെയിൽസ് കിട്ടും. 960 FPS കൊടുത്തിട്ട് നമ്മളത് സ്മൂത്തായി പോകും. അപ്പോൾ അതുകൊണ്ട് 120 FPS ഇനഫ് സ്റ്റാൻഡേർഡാണ്. സോ നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ നോക്കിയ 8.1-ൻ്റെ ഫ്രണ്ട് വീഡിയോയും ബാക്കിലത്തെ വീഡിയോസും ഷൂട്ട് ചെയ്തത് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. സോ ഞാനിപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പിക്ചേഴ്സ് സൂം ഇൻ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്ത് തരാം. സോ അതിന് മുമ്പ് നിങ്ങൾ ഹോറിസോണ്ടലായിട്ട് ഫോൺ നിങ്ങൾ വെക്കുക, എന്നിട്ട് ആ ഡീറ്റെയിൽസ് അനലൈസ് ചെയ്യുക. ട്രൈപോഡൊന്നും ഞാൻ യൂസ് ചെയ്തില്ല. അതിന് മുമ്പ് നിങ്ങളൊരു ഓസ് ഓഡിയോ കേൾക്കുക. ഒരു ഇൻഫർമേഷൻ കൂടെ ഞാൻ പറയാം. നമ്മൾ നോക്കിയ 8.1-ലെ ബാറ്ററി ഏറ്റവും കൂടുതൽ സക്ക് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഡ്രെയിൻ ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ക്യാമറ ആപ്പ് നമ്മൾ ഒരുപാട് നേരം നമ്മൾ വീഡിയോസും ക്യാമറാസൊക്കെ നമ്മൾ കൂടുതൽ നേരം നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ആവും. ബാക്കി അതർ ദാൻ എല്ലാ ആപ്സും നമ്മൾ നോർമലായിട്ട് തന്നെ നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് 1.5 ദിവസം നമുക്ക് ബാറ്ററി ബാക്കപ്പ് നമുക്ക് കിട്ടും. സോ ഇത് നമ്മൾ മെയിൻ ക്യാമറയിൽ നിന്ന് ബൊക്കെ മോഡ് എടുത്താണ്. 40% ബൊക്കെ ഞാൻ വെച്ചിട്ടുള്ളൂ, ഫുൾ ബൊക്കെ അല്ല. സോ നമുക്ക് ഡീറ്റെയിലോട്ട് കിടക്കാം. സോ ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ടെക്സ്റ്റേഴ്സൊക്കെ ക്ലോത്തിൻ്റെ എൻ്റെ ടീഷർട്ടിൻ്റെ ടെക്സ്റ്റേഴ്സൊക്കെ നമുക്ക് നല്ല രീതിക്ക് തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ മൂവ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ബൊക്കെ അധികം കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുണ്ടാവില്ല. സോ എൻ്റെ ഈ ചെവിൻ്റെ എൻ്റെ ഈ താടിൻ്റെ ഭാഗം, അതേപോലെ ഈ ലെഫ്റ്റ് ചെവിൻ്റെ ഭാഗത്തൊന്നും ബൊക്കെ അത്ര എഫക്റ്റ് പോരാ. ഇത് സൺലൈറ്റ് എനിക്ക് ഡയറക്റ്റ് എടുത്താണ് മാക്സിമം സൂം. സോ ഇത് നമുക്ക് ബൊക്കെ മോഡ് എന്ന് പറയുന്നത് നമുക്കൊരു 5-5.5 MB സൈസ് വരെ നമുക്ക് കിട്ടും. ഇത് മെയിൻ ക്യാമറ നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ഇതും ഏകദേശം ഒരു ഉച്ച സമയത്ത് കഴിഞ്ഞിട്ടുള്ള ഇതെടുത്താണ്. സോ സൺലൈറ്റ് എൻ്റെ നേരിട്ട് വീഴുന്നതാണ്. സോ ഇതിലും മെയിനായിട്ട് നല്ല അത്യാവശ്യം ഡീറ്റെയിൽസ് കിട്ടും. മെയിൻ ക്യാമറയിൽ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ മാക്സിമം ഒരു 11 അല്ലെങ്കിൽ 12 MB മെഗാബൈറ്റ്സിൻ്റെ സൈസിൽ നമുക്ക് കിട്ടും. സോ ഇനഫ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും ബ്ലർ ആവാതെ. ഇത് മാക്സിമം ഞാൻ സൂം ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അടുത്തത് ഇത് വന്നിട്ട് ഫ്രണ്ട് ക്യാം ആണ് ഞാൻ എടുത്തത്. ഫ്രണ്ട് ക്യാമിൽ നമുക്ക് സൈസ് വരുന്നത് ഒരു നല്ല ലൈറ്റിംഗ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 14 മെഗാബൈറ്റ്സ് വരെ നമുക്ക് സൈസ് നമുക്ക് കിട്ടും. സോ നമുക്ക് ഡീറ്റെയിൽസ് നമുക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ ട്രൈപോഡൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് എന്താ പറയുക ഡീറ്റെയിൽസാണ് നമുക്ക് കിട്ടുന്നത്. സോ എൻ്റെ കണ്ണിൽ നിങ്ങൾക്ക് കാണാൻ എൻ്റെ ഞാൻ കയ്യിൽ ഞാൻ ഫോൺ എടുത്തിട്ട് അതിൻ്റെ റിഫ്ലക്ഷൻ കാണാം, സെൽഫി എടുക്കുന്നതിൻ്റെ റിഫ്ലക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ലൂസ് ആവാതെ കിട്ടും. ഷാർപ്നെസ് ഉണ്ട്, പക്ഷേ അത് നമുക്ക് Gcam ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് തീരാവുന്നതേ ഉള്ളൂ. ഇതും സെൽഫി ക്യാമറ തന്നെയാണ് ഞാൻ എടുത്തത്. ഇതാണ് ഞാൻ പറഞ്ഞ ഓവർ ഷാർപ്നെസ് എന്ന് പറയാൻ കാരണം. ഇത് നമുക്ക് സോൾവ് ആകാതെ വലിയ കാര്യമായിട്ട് നമുക്ക് എടുക്കേണ്ട ഇത് വിഷയമൊന്നുമല്ല. ഇതിൽ നമുക്ക് ഷാർപ്നെസ് കാണാം. ഇത് ഞാൻ എഡിറ്റ് ചെയ്തതാണ്. സോ ഇത് ഞങ്ങൾ നേരത്തെ തുമ്പിയുടെ വീഡിയോ കണ്ടിരുന്നു. സോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെ ഫോട്ടോ എടുത്തു. സോ നമുക്ക് മാക്സിമം സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത്രയും ഡീറ്റെയിൽസാണ് നമുക്ക് ഈ ഫോട്ടോസിൽ നമുക്ക് കിട്ടും. അത്യാവശ്യം എന്താ പറയുക ബ്ലർ ഒന്നുമില്ല, ബട്ട് എന്നാലും നമുക്ക് ഡീറ്റെയിൽസ് ഇനഫാണ്. കുറച്ച് കളർ അത് എന്താ പറയുക ആ സ്യൂട്ടബിൾ അറ്റ്മോസ്ഫിയറായിട്ട് അത് മാച്ച് ചെയ്തിട്ട് നമുക്ക് എക്സ്പോഷറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് തരും കളേഴ്സൊക്കെ. സോ വൈഡ് ആംഗിൾ ഇല്ല, അപ്പോൾ നമുക്ക് എല്ലാം ദൂരെ നിന്ന് നമുക്ക് ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാൻഡ്സ്കേപ്പൊക്കെ ഇങ്ങനെ നമ്മൾ എടുക്കാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾക്ക് ഇത്രയും ദൂരമുള്ള ഒരു ബോർഡ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും, ടെക്സ്റ്റൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ വണ്ടി മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്, പാസ് ചെയ്തുകൊണ്ട് അതിൻ്റെ വണ്ടിയുടെ നമ്പർ അടക്കം നമുക്ക് വായിക്കാൻ പറ്റും. ഇത് നൈറ്റിൽ ഞാൻ ഓറിയൻ സ്റ്റാറിന് എടുക്കാൻ ശ്രമിച്ചാണ്. ഒരുപാട് നൈറ്റാണത്. സോ അത് ബ്ലറിനെസ് നമുക്ക് കാണാം. നമുക്ക് Gcamൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ബ്ലർ. Gcamൽ നമുക്ക് ആസ്ട്രോ മോഡ് നമുക്കുണ്ട്, അത് ഞാൻ വഴിയെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സോ ഇത് ഞാൻ ലാൻഡ്സ്കേപ്പ് മോഡ് ഞാൻ എടുത്താണ് ഒരു സീന്. സോ ഇത് കിങ് ഫിഷറിൻ്റെ പക്ഷി നിങ്ങൾക്ക് പറന്ന് പോകുന്നത് കാണാം. സോ ഇത് ഫോക്കസ് ആണ് ചെയ്യും ഇത്രയും ദൂരം നിന്നുള്ള ഒരു ഡീറ്റെയിൽസ് ഒക്കെ. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഡീറ്റെയിൽസ് കാണാം. ബട്ട് അതേപോലെ ലോങ് ഷോട്ട്സിലൊക്കെ ഇത്ര തന്നെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഇത് നിങ്ങൾക്ക് നോക്കാം, ഇത് നമ്മുടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് കാണാം. നേരത്തെ ഞാൻ ബോർഡൊക്കെ എടുത്തത് ഒരു 60 കുറച്ച് നല്ല ദൂരമുണ്ട്, എനിക്ക് അടിയിൽ പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊരു 40-50 അടിൻ്റെ ഉള്ളിൽ ഞാനിത് എടുത്തിട്ടുണ്ടാവും, ഈ ഡിസ്റ്റൻസിൽ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ബാങ്കിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഇത് വന്നിട്ട് ഷെഡിൻ്റെ താഴെയൊക്കെ ഇന ഫ്ലൈറ്റ്സ് അവിടെ എക്സ്പോഷറൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കിയ 8.1 തന്നിട്ടുണ്ട്. ഇത് ഞാൻ മാക്രോ അല്ല, ബട്ട് ഒരു സെർട്ടൺ ഡിസ്റ്റൻസിൽ നിന്ന് ഞാൻ എടുത്താണ്.
ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് ഞാൻ എല്ലാം കൈ കൊണ്ട് ട്രൈപോഡ് ഞാൻ യൂസ് ചെയ്യില്ല. അപ്പോൾ കയ്യിലാകുമ്പോൾ അത്യാവശ്യം ഇളകുമൊക്കെ ചെയ്യും. അപ്പോൾ ഇനഫ് ഡീറ്റെയിൽസ് നമുക്കില്ല. വളരെ ട്രൈപോഡൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാളും പാർ എക്സലൻസ് നമുക്ക് കിട്ടും. സോ ഇതാണ് പൂവിൻ്റെ ബാക്കത്തെ പൂവിൻ്റെ റിഫ്ലക്ഷനാണ് ഇതിന് ഈ ഡ്രോപ്ലെറ്റിൽ കാണുന്നത്. ഈ ഇനഫ് നമുക്ക് ബ്ലറിനെസ് കുറച്ചിട്ട് ഈവനിങ് ഒക്കെ ഓട്ടോമാറ്റിക്കായി നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഇതൊരു ചെറിയ പൂവാണ്, അതായത് 1 സെൻറ്റിമീറ്റർ നീളം വീതി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാൻ മാക്സിമം സൂം ചെയ്ത് തരാം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് പെറ്റൽസിൽ നിന്ന് കിട്ടും. ഇതും ഞാൻ എന്താ പറയുക ടൈമറൊക്കെ വെച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്ത് പറ്റുന്നത്. ഇത് മൂവിങ് ഒബ്ജക്റ്റാണ്. അപ്പോൾ മൂവിങ് ഒബ്ജക്റ്റിലും എന്താ പറയുക ഫോക്കസ് ഹണ്ടാവും. അത് ഏതൊരു ഫോണാണെങ്കിലും ശരി. ബട്ട് ക്ലോസ് ടു റിയാലിറ്റി ആയിരിക്കും. നാച്ചുറൽ കളർ, ഈ ചിരട്ടയുടെ നിറം എന്താണോ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്കും അറിയാൻ പറ്റും. അതായത് ഇതിൻ്റെ കളർ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഇത് പായലാണ്. അപ്പോൾ ഞാനത് കുറച്ച് ഡീറ്റെയിൽസ് കിട്ടുമല്ലോ എന്നുള്ളത് നോക്കാൻ വേണ്ടി ഞാൻ എടുത്താണ്. സോ ഇത്രയും ഡീറ്റെയിൽസാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അതാണ് മാക്സിമം സൂം. ഇതും ഒരു വൈഡാണ്. ഇപ്പോൾ ഇത് അത്യാവശ്യം ഫോക്കസ് ചെയ്തപ്പോൾ മരങ്ങളുടെ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ വഴി ഈ മലയുടെ ഭാഗത്ത്, അതേപോലെ ഈ മലയുടെ മുകളിലുള്ള മരങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. തുമ്പികളൊക്കെ പറന്നു പോകുന്നതൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു പൂവാണ്. അത് ഞാൻ നേരത്തെ പോലെ ഒരു 1.5-2 സെൻറ്റിമീറ്റർ നീളം വീതിയും. അപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റ് സൺലൈറ്റ് ഈ പെറ്റൽസിൽ പൂവിൻ്റെ ഇതുള്ളത് വീഴുകയാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക വെൽവെറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇത് പോളൻ ഗ്രെയിൻസ് ഇതിനകത്ത് വീണ് കിടക്കുന്നത് കാണാൻ പറ്റും. ഇത് ഒരുപാട് ലൈറ്റ് ഡയറക്റ്റ് നമുക്ക് ഇതിനകത്ത് കാണാം. സോ അതുകൊണ്ടാണ് ആ മഞ്ഞ നിറവും നിങ്ങൾക്ക് ഇൻസൈഡ് കാണാൻ പറ്റാത്തത് ഡീറ്റെയിൽസ്. ഇതും എന്താ പറയുക ഒരു വൈഡ് ആയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. ഇപ്പോൾ അത്യാവശ്യം എന്താ പറയുക ഇവിടെ ഈ മലകളിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് മരങ്ങളൊക്കെ ഇവിടെ ബ്ലറാവാതെ നമുക്ക് കാണുന്നത്. സോ ഇത് ജി ക്യാം നൈറ്റ് മോഡ് ഉപയോഗിച്ചിട്ട് എടുത്തതാണ്. ഇത് ജി ക്യാം എന്താ പറയുക നോർമൽ മോഡിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. സോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും വീണ്ടും ഡീറ്റെയിൽസ് ആയിട്ടുള്ള പിക്ചേഴ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് വെച്ചാൽ ഞാൻ ഷെയർ ചെയ്തത്. ട്രൈപോഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മാക്സിമം റിസൾട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. സോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഫ്രണ്ട്സ്. താങ്ക് യു വെരി മച്ച്.